വിശദമായി നോക്കാം. പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി നീട്ടി. ജനുവരി 21 വരെ അറസ്റ്റ് പാടില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതേസമയം അതിജീവിതയെ കേസിൽ കക്ഷി ചേർത്തു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേർന്നു. നവമി, രാഹുൽ മാങ്കൂട്ടം MLAക്ക് വീണ്ടും ആശ്വാസം. കേൾക്കാമോ? അതെ ബബി, എന്തായാലും 21-ാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വസിക്കാം. അതുവരെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയാണ് അതിജീവിത ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അതിന്റെ വിശദമായ വാദം കേൾക്കുമ്പോൾ തന്നെ കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിച്ചത്. അതെന്തായാലും ഹൈക്കോടതി കക്ഷി ചേർത്തിരിക്കുകയാണ്, സ്വീകരിച്ചിരിക്കുകയാണ്. ഈ അതിജീവിതയെ കൂടി കക്ഷി ചേർത്തിട്ടുണ്ട്. 2 ആഴ്ച സമയം, സത്യവാങ്മൂലം നൽകുവാൻ 2 ആഴ്ചത്തെ സമയവും അനുവദിച്ചിട്ടുണ്ട്. എന്താണ് അതിജീവിതയ്ക്ക് പറയാനുള്ളതെന്ന് കേൾക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇനി 21-ാം തീയതി നടക്കുന്ന വാദത്തിൽ അതിജീവിതയും ഹൈക്കോടതി കേൾക്കും. അതിനു മുൻപ് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് സത്യവാങ്മൂലം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമാണ് 2 ആഴ്ചത്തേക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത്. അതിജീവിത ഇന്നലെ നൽകിയ ഹർജിയിൽ തന്നെ പ്രധാനമായും പറയുന്നത് താൻ നേരിടുന്നത് വലിയൊരു സൈബർ ആക്രമണം തന്നെയാണ്. തന്നെ വലിയ രീതിയിൽ ഈ കോൺഗ്രസ് പാർട്ടിയിലെ ചില ആളുകളും അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്നവരും തന്നെ വലിയ രീതിയിൽ സൈബർ അധിക്ഷേപം നടത്തുന്നുണ്ട്. ഇക്കാര്യങ്ങൾ അത് തന്നെ മാനസികമായി വളരെ തളർത്തുന്നുണ്ടെന്ന് അതിജീവിത ഇന്നലെ തന്നെ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നുണ്ട്. ഒപ്പം തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അതിജീവിത പറയുന്നു. തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടം, ഇത് 3ാമത്തെ തവണയാണ് ഈ ഹർജി മാറ്റിവെക്കുന്നത്, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെക്കുന്നത്. ഇതിൽ തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു താനും അതിജീവിതയും തമ്മിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഈ നിർബന്ധിത ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്ന് പറയുന്നത് അത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ്. അതൊരു കെട്ടുകഥയാണ്. താൻ അങ്ങനെ ആരെയും നിർബന്ധിച്ചിട്ടില്ല എന്ന വാദത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഉറച്ചു നിൽക്കുന്നതും. ഇവിടെ ഒരു ബലാത്സംഗം എന്ന കേസ് അത് നിലനിൽക്കില്ല എന്ന് കൂടി രാഹുൽ മാങ്കൂട്ടം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതിജീവിതയെ കൂടി കക്ഷി ചേർത്തിരിക്കുന്ന സാഹചര്യത്തിൽ 21-ാം തീയതി വിശദമായുള്ള ഒരു വാദമായിരിക്കും ഇനി ഹൈക്കോടതിയിൽ നടക്കുക. അതിനുശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുമോ അതോ തള്ളുമോ എന്നതിൽ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും 21-ാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വസിക്കാം. ഭവ്യ. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പത്മകുമാറിനെതിരെ SITയുടെ ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും പാർട്ടി നടപടി വൈകുന്നത് രാഷ്ട്രീയായുധമാക്കാൻ UDF. പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ കൂടുതൽ CPM നേതാക്കൾ പ്രതിരോധത്തിലാകുമെന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് UDF പ്രചാരണം സജീവമാക്കുന്നത്. അതേസമയം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ മാത്രം നടപടിയെടുത്താൽ മതിയെന്നാണ് CPM നിലപാട്. SIT കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പത്മകുമാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് CPM പത്മകുമാറിനെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തുകയാണെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പ്രചാരണം ശക്തമാക്കാനുള്ള UDFന്റെ തീരുമാനം. അത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ പ്രചാരണത്തിനാണ് UDF തയ്യാറെടുക്കുന്നത്. അതായത് പത്മകുമാറിനെതിരെ ഒരു കടുത്ത നടപടി ഉണ്ടായാൽ അത് കൂടുതൽ CPM നേതാക്കളെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്ന ഒരു പ്രതീതി നിലനിൽക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുക എന്നൊരു ലക്ഷ്യമാണ് UDFന്റേത്. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ചേർന്ന ലക്ഷ്യ ക്യാമ്പിൽ അടക്കം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം വലിയ രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയിരുന്നു. പത്മകുമാറിനെതിരെ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ, ഈ ഗൂഢാലോചനയിലടക്കം നേരിട്ട് പത്മകുമാറിന്റെ പങ്കുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിലെത്തി ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. എന്നിട്ടും എന്തുകൊണ്ട് നടപടി വൈകുന്നു എന്നതാണ് UDF നേതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട വിമർശനം. അവിടെ കഴിഞ്ഞ ദിവസം CPM ഇതിന് ജില്ലാ സെക്രട്ടറി അടക്കം അതോടൊപ്പം CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അതിന് നൽകിയിരിക്കുന്ന മറുപടി, കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ മുഖം നോക്കാതെയുള്ള നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ആരോപണം മാത്രം നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ അത് വസ്തുതാപരമായി തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കേണ്ട കാര്യമില്ല. കാരണം പിന്നെ നാളെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ അവാസ്തവമെന്ന് വന്നാൽ ഇപ്പോൾ നടപടിയെടുത്താൽ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്നതാണ് നേതാക്കൾ പ്രധാനമായി ഉന്നയിക്കുന്ന കാര്യം. പക്ഷേ അതിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു വേളയിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി അത് ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അതിനെ ഏത് തരത്തിൽ CPM നോക്കിക്കാണും എന്നതാണ് ഇനി അറിയാനുള്ളത്.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിന് വീണ്ടും തിരിച്ചടി. ദ്വാരപാലക പാളി കടത്തിയ കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധിയും കോടതി നീട്ടി. 14 ദിവസത്തേക്കാണ് റിമാൻഡ് നീട്ടിയത്. ശാസ്തമംഗലം കൌൺസിലർ R. ശ്രീലേഖയുമായുള്ള തർക്കത്തിന് പിന്നാലെ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ഓഫീസ് ഒഴിയുന്നു. മുൻ മരുതൻകുഴിയിലാണ് പുതിയ ഓഫീസ്. ശാസ്തമംഗലത്തെ നിലവിലെ ഓഫീസിൽ നിന്ന് സാധനങ്ങളെല്ലാം മാറ്റി അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാനാണ് തീരുമാനമെന്ന് VK പ്രശാന്ത് പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് VK പ്രശാന്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് വേണം നമുക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം വട്ടിയൂർക്കാവിലെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച MLA ആണ് VK പ്രശാന്ത്. അപ്പോൾ VK പ്രശാന്തിനോട് കൗൺസിലറായ R. ശ്രീലേഖയുടെ ഭാഗത്തു നിന്നുണ്ടായ ഓഫീസ് മാറണം എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അത് MLA എന്ന പദവിയിലിരിക്കുന്ന ഒരാളോട് ഉണ്ടായ അനാദരവാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനമാണ് CPMന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ വളരെ നാടകീയമായി പ്രശാന്ത് തനിക്ക് അനിയനെ പോലെയാണ് എന്ന് പറഞ്ഞ് വിവാദങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമം R. ശ്രീലേഖയുടെ ഭാഗത്തു നിന്നുണ്ടായതിന് തൊട്ട് പിന്നാലെയാണ് അദ്ദേഹം ആ ഓഫീസ് വിടാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനെ രാഷ്ട്രീയമായ ഒരു വലിയ പ്രചാരണ വിഷയമാക്കി മാറ്റും CPM എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കാരണം വട്ടിയൂർക്കാവിൽ R. ശ്രീലേഖ മത്സരിക്കുമെന്ന തരത്തിലുള്ള വലിയ ചർച്ചകളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. മറുവശത്ത് VK പ്രശാന്ത് വട്ടിയൂർക്കാവിൽ നിന്ന് വീണ്ടും ജനവിധി തേടുമോ അതോ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറുമോ, ഇതടക്കം ഉള്ള കാര്യങ്ങൾ ചർച്ചകളിൽ നിറയുന്നതിനിടയിലാണ് തന്റെ ഓഫീസ് മാറി മരുതൻകുഴിയിലേക്ക് പുതിയ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കാനുള്ള ഒരു നീക്കം VK പ്രശാന്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഓഫീസിലെ സാധനങ്ങളൊക്കെ അവിടേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, കെട്ടിടം നമുക്ക് വേറൊരു സ്ഥലത്ത് ഇപ്പോൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അനാവശ്യ വിവാദങ്ങൾ വേണ്ട എന്നാലോചിച്ചിട്ട് അങ്ങോട്ട് മാറുന്നു, അത്രയേ ഉള്ളൂ. അതിൻ്റെ പിന്നിൽ വേറൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ 7 വർഷമില്ലാത്തൊരു തർക്കമാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ അത് തർക്കം ഉണ്ടാക്കിയവർ തന്നെ ആലോചിച്ചാൽ മതി. നേരത്തെ ഒരു 5 വർഷം BJPയുടെ തന്നെ കൗൺസിലർ അവിടെ പ്രവർത്തിച്ചിരുന്നു. അതിനു മുമ്പ് LDFന്റെ കൗൺസിലർ അവിടെ പ്രവർത്തിച്ചിരുന്നു. അപ്പോഴൊന്നും ഇല്ലാത്തൊരു തർക്കം എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങളും കൂടി ആലോചിച്ചാൽ മതി. എന്തായാലും ഇനിയും ഇങ്ങനെ ഇത്രയും നാൾ ഇതിനു മുമ്പും കൗൺസിലർമാരുണ്ടായിരുന്നു, അപ്പോഴൊന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് R. ശ്രീലേഖ കൗൺസിലറായി വന്നതിന് പിന്നാലെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്. തൻ്റെ ഓഫീസിലെത്തുന്നവരെ താൻ പാർട്ടി പ്രവർത്തകരായി അല്ല കണ്ടിരുന്നത്. പാർട്ടിയുമായി ബന്ധമില്ലാത്ത നിരവധി ആളുകൾ ഓഫീസിലെത്തുകയും സഹായങ്ങൾ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മാത്രം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് തീർച്ചയായും ഒരു രാഷ്ട്രീയ വിമർശനമായി തന്നെ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം വട്ടിയൂർക്കാവിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നാടകീയമായി വളരെ ദിവസങ്ങൾക്ക് ശേഷം ഓഫീസ് മരുതൻകുഴിയിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മന്ത്രിമാരിൽ ബഹുഭൂരിപക്ഷവും മത്സരിച്ചേക്കും. എന്നാൽ തൃത്താലയിൽ മന്ത്രി MP രാജേഷ് വീണ്ടും മത്സരിച്ചേക്കില്ലെന്ന അഭ്യൂഹം ശക്തമാണ്. മന്ത്രി R. ബിന്ദുവും മാറി നിന്നേക്കും. കണ്ണൂരിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി വീണ്ടും ജനവിധി തേടുമോ എന്ന കാര്യത്തിലും ഉറപ്പില്ല. ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്ന സീറ്റുകളിലൊക്കെ അതേ സ്ഥാനാർത്ഥികളെ നേരത്തെ മത്സരിച്ച ആളുകളെ തന്നെ മത്സരിപ്പിക്കാനാണ് ഇടതുമുന്നണി ആലോചിക്കുന്നത്. CPM രണ്ട് ടേം വ്യവസ്ഥയിൽ പൂർണ്ണമായി ഇളവ് നൽകിക്കൊണ്ട് നിലവിലെ MLA-മാരെ ഉൾപ്പെടെയുള്ളവരെ അതേ സീറ്റുകളിൽ മത്സരിപ്പിക്കാൻ തന്നെയാകും തീരുമാനമെടുക്കുക. കാരണം ഇടതുമുന്നണിക്ക് അക്ഷരാർത്ഥത്തിൽ രാജ്യത്ത് തന്നെ ജീവൻ മരണ പോരാട്ടമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറും. കേരളത്തിൽ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും പ്രതീക്ഷയുള്ളത്. കേരളത്തിൽ ഭരണം നിലനിർത്തിയില്ലെങ്കിൽ ഒരിടത്തും ഭരണമില്ലാത്ത അവസ്ഥയിലേക്ക് CPM ഇടത് മുന്നണിയും പോകും. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മത്സരരംഗത്ത് ഉണ്ടാകും, പ്രത്യേകിച്ചും മന്ത്രിമാർ ഉണ്ടാകും. തിരുവനന്തപുരത്ത് V. ശിവൻകുട്ടി, നേമത്ത് BJP അക്കൌണ്ട് പൂട്ടിച്ച ശിവൻകുട്ടി വീണ്ടും നേമത്ത് മത്സരിക്കും. അതിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ ഇടയില്ല. നിലവിലെ സാഹചര്യം അനുസരിച്ച് ശിവൻകുട്ടി തന്നെയാകും നേമത്തെ CPMന്റെ സ്ഥാനാർത്ഥി. കൊല്ലത്ത് KN ബാലഗോപാലും മത്സരിക്കുമെന്ന് ഉറപ്പാണ്. KB ഗണേഷ് കുമാർ പത്തനാപുരത്തിന് മത്സരിക്കുമെന്നും വലിയ വിജയം നേടുമെന്നും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വീണ ജോർജ് CPMന്റെ ആരോഗ്യമന്ത്രി കൂടിയായ വീണ ജോർജ് ആറന്മുളയിൽ 3ാം തവണയും മത്സരിക്കും. VN വാസവൻ ഏറ്റുമാനൂരിൽ നിന്നും വീണ്ടും ജനവിധി തേടുമെന്ന് ഉറപ്പാണ്. ചെങ്ങന്നൂരിൽ വലിയ ശക്തമായ പോരാട്ടം ഇത്തവണ UDF BJPയും കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ്. അവിടെ സജി ചെറിയാനല്ലാതെ മറ്റൊരു പേര് CPMന് മുന്നിൽ ഇല്ല. P. രാജീവ്, കേന്ദ്ര കമ്മിറ്റി കൂടിയായ P. രാജീവ് കളമശ്ശേരിയിലും മത്സരിക്കും. R. ബിന്ദു പക്ഷേ ഇത്തവണ ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ
അറിയാൻ കഴിയുന്നത്. അവിടെ CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ കൂടിയായ A. വിജയരാഘവൻ മത്സരിക്കാനുള്ള സാധ്യതകളാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത്. മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ വീണ്ടും മത്സരിക്കും. PV അൻവർ അവിടെ UDF-ന് വേണ്ടി കളത്തിലിറങ്ങാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. എങ്കിൽ ശക്തമായ ഒരു പോരാട്ടം ബേപ്പൂരിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. V. അബ്ദുറഹ്മാൻ CPM-ന്റെ സ്വതന്ത്ര MLA ആണ്. താനൂരിൽ നിന്ന് 2 തവണ വിജയിച്ച അദ്ദേഹം ഒന്നുകിൽ താനൂരിൽ മത്സരിക്കും, അല്ലെങ്കിൽ തിരൂരിലോ തവനൂരിലോ മത്സരിക്കാനുള്ള താൽപര്യവും അബ്ദുറഹ്മാൻ CPM നേതൃത്വത്തെ അറിയിച്ചതാണ് ലഭിക്കുന്ന സൂചനകൾ. AK ശശീന്ദ്രൻ എലത്തൂരിൽ വീണ്ടും മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. NCP-യുടെ ടിക്കറ്റിൽ എലത്തൂരിൽ ശശീന്ദ്രൻ അല്ലെങ്കിൽ ആ സീറ്റ് ഏറ്റെടുക്കാൻ CPM ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശശീന്ദ്രനെ തന്നെ മത്സരിപ്പിക്കാനാണ് അവിടെ CPI ഇപ്പോൾ ആലോചിക്കുകയും തീരുമാനത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. OR കേളു CPM സംസ്ഥാന സമിതി അംഗം മാനന്തവാടിയിൽ നിന്ന് വീണ്ടും മത്സരിക്കും. K. കൃഷ്ണൻകുട്ടി ജനതാദൾ നേതാവ് ഇത്തവണ മത്സരിക്കാനുണ്ടാകില്ല എന്നാണ് ലഭിക്കുന്ന വ്യക്തമായ സൂചനകൾ. അദ്ദേഹം ഒരു അനാരോഗ്യം കാരണം പ്രായാധികം കാരണം അദ്ദേഹം മാറി നിൽക്കാനുള്ള സന്നദ്ധത ഇതിനകം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് തന്നെ വീണ്ടും ജനവിധി തേടും. കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഉറപ്പില്ല. CPM-ന്റെ മന്ത്രിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് മത്സരിക്കുന്ന കാര്യത്തിൽ സംശയമുള്ളത് ഇപ്പോൾ MB രാജേഷിന്റെയാണ്. തൃത്താലയിൽ നിന്ന് കഴിഞ്ഞ തവണ വിജയിച്ച MB രാജേഷ് ഇത്തവണ മത്സരിക്കാനില്ല എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പാലക്കാട്ടെ ചില സീറ്റ് നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലാണ് ഈ വ്യക്തത വരേണ്ടത്. അവിടെ MB രാജേഷ് മത്സരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ MR മുരളിയെ പരിഗണിച്ചേക്കാം. ഒറ്റപ്പാലത്ത് PR സൈനെ മത്സരിപ്പിച്ച് പ്രേംകുമാറിനെ ഷൊർണൂരിലേക്ക് മാറ്റാൻ CPM ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ചില മാറ്റങ്ങളുടെ ഭാഗമായി MB രാജേഷിന് ഇത്തവണ മത്സരിക്കാൻ ഉണ്ടാകില്ല എന്ന സൂചനകൾ വരുന്നു. പക്ഷേ അദ്ദേഹവുമായി അടുത്ത ആളുകളുമൊക്കെ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. MB രാജേഷ് മത്സരിക്കുമെന്ന് തന്നെ അവർ ഉറപ്പിച്ച് പറയുന്നു. രാജേഷ് ഇല്ലെങ്കിൽ MR മുരളി അവിടെ മത്സരിച്ചേക്കും. CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൂടി EN സുരേഷ് ബാബു ആലത്തൂരിൽ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. CPI-യുടെ 4 മന്ത്രിമാരും വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പാണ്. K. രാജൻ ഉല്ലൂരിൽ 3-ാം തവണ അദ്ദേഹത്തിന് ഇളവ് നൽകി 3-ാം തവണയും ഉല്ലൂരിൽ K. രാജനെ മത്സരിപ്പിക്കും. GRN-ൽ നെടുമങ്ങാട് CPM-ന് ശക്തമായ സ്വാധീനമുള്ള നെടുമങ്ങാട് CPI-യുടെ മന്ത്രി GRN-ന് വീണ്ടും സീറ്റ് നൽകും. അദ്ദേഹം അവിടെ അനായാസം ജയിച്ചു വരുന്ന കണക്കുകൂട്ടലാണ് CPI നേതൃത്വത്തിനുള്ളത്. ചിഞ്ചുറാണി ചടയമംഗലത്തല്ലെങ്കിൽ ഒരുപക്ഷെ GS ജയലാൽ ഒഴിയുന്ന ചാത്തന്നൂരിലേക്ക് മാറിയേക്കും. ഏതായാലും അവരും മത്സരരംഗത്തുണ്ടാകുമെന്ന് ഉറപ്പാണ്. P. പ്രസാദ് ചേർത്തല തന്നെ മത്സരിക്കും. അങ്ങനെ മന്ത്രിമാരിൽ പരമാവധി ആളുകളെ രംഗത്തിറക്കാൻ തന്നെയാണ് CPIയും ആലോചിക്കുന്നത്. മറ്റ് മുന്നണികളിലും കടന്നപ്പള്ളി രാമചന്ദ്രന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയമുള്ളത്. ഏത് വിധേനയും ഭരണം നിലനിർത്തുക എന്ന ശക്തമായ ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ് ഇടതുമുന്നണി. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട മന്ത്രിമാരും നേതാക്കളുമൊക്കെ ഇത്തവണയും മത്സരരംഗത്തുണ്ടാകും. കായംകുളം മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയായേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് രണ്ടാമതെത്തിയതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടിയതുമാണ് BJPക്കും ശോഭാ സുരേന്ദ്രനും പ്രതീക്ഷ നൽകുന്ന ഘടകം. കായംകുളം നിയോജക മണ്ഡലത്തിൽ ഇത്തവണ അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് കായംകുളം എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ തന്നെ ഇത്തവണ മത്സരത്തിനായി ഇറക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് ഏറെക്കുറെ എത്തിയിട്ടുണ്ട്. ശോഭ അത്തരത്തിൽ BJP കായംകുളം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന്റെ കോട്ടയായ കായംകുളത്ത് 2ാം സ്ഥാനത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ വോട്ടിംഗ് പാറ്റേൺ നിലനിർത്താൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് SNDPയുടെ അടക്കം പിന്തുണ നേടിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായാണ് ശോഭ എത്തുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മുന്നേറ്റം നിലനിർത്താനായാൽ ഇവിടെ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് കായംകുളം എത്തും. അതിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നായി BJPക്ക് കായംകുളം മാറുന്നു എന്നുള്ളതാണ്. ഈഴ വോട്ടുകളും ഒപ്പം തന്നെ NSS വോട്ടുകൾ അടക്കമുള്ള വോട്ടുകൾ വന്നാൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ കേന്ദ്രീകരിച്ച് ആണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം LDF കൃത്യമായ പാർട്ടി വോട്ടുകൾ പോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംഘടനാപരമായ മികവുറ്റ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി പ്രത്യേകിച്ച് കണ്ടലൂർ, പത്തിയൂർ അടക്കമുള്ള പഞ്ചായത്തുകൾ നേരിട്ട പാർട്ടി കോട്ടകൾ നേരിട്ട വലിയ തിരിച്ചടി ഞെട്ടിക്കുന്നതായിരുന്നു LDFനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ പുതിയ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ അവിടെ നടന്നു എന്നുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന ഭിന്നതകളെ പരമാവധി അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. അത് ആ ഒരു റിസൾട്ട് തദ്ദേശ സ്വയംഭരണ ലോക്സഭയിൽ നിന്ന് മാറി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ LDFന് ഉണ്ടായി. അവിടെ 16,000-ഓളം വോട്ടുകളുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൽ അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുകയാണെങ്കിൽ 16,000-ഓളം വോട്ടുകൾ മറ്റു മുന്നണികളിൽ നിന്ന് വർദ്ധിപ്പിക്കാനായി
LDFന് കഴിഞ്ഞു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ LDFും വലിയ പ്രതീക്ഷയിലാണ്. നിലവിലെ അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ്. യു പ്രതിഭയ്ക്ക് തന്നെ 2 ടേമുകൾ യു പ്രതിഭ അവിടെ മത്സരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും യു പ്രതിഭയ്ക്ക് തന്നെ ചിലപ്പോൾ ഇളവ് നൽകി അവിടെ സീറ്റ് നൽകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ CPM ജില്ലാ സെക്രട്ടറി R നാസർ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കായംകുളം എന്നുള്ളതാണ്. അങ്ങനെ ഉള്ള നിലവിലത്തെ ഒരവസ്ഥയിൽ പ്രതിഭയും പാർട്ടിയിലെ ചില നേതൃത്വവും തമ്മിലുള്ള അസംതൃപ്തികൾ, സംഘടനാപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പ്രതിഭയെ തന്നെ നിലനിർത്തിയാൽ ആ രീതിയിലുള്ള മത്സരത്തിലേക്ക് പോകും. പക്ഷേ അതേസമയം LDF CPM ജില്ലാ സെക്രട്ടറിയെ തന്നെ നിർത്താൻ ആഗ്രഹിക്കുന്ന ജില്ലയിലൊരു സ്ഥലം കൂടിയാണ് കായംകുളം എന്നുള്ളതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ UDFും ഒപ്പം തന്നെ NDAയും LDFും തമ്മിലുള്ള മത്സരം അത് UDFുമായി വരുമ്പോൾ ശക്തമായ ത്രികോണ മത്സരത്തിലേക്കാണ് കായംകുളം പോവുക. ആ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യമായി ന്യൂനപക്ഷ വോട്ടുകളും കോൺഗ്രസ് വോട്ടുകളും ഒപ്പം നിഷ്പക്ഷ വോട്ടുകളും കൂടെ നേടാൻ കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസും വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ്. UDF ഇപ്പോൾ വളരെ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കായംകുളം. ത്രികോണ മത്സരം നടക്കുകയാണെങ്കിൽ അവിടുത്തെ പോരാട്ടത്തിനിടയിൽ, അതായത് ഇടതുപക്ഷ വോട്ടുകൾ കൂടുതലായി BJP പിടിക്കുകയാണെങ്കിൽ വിജയിക്കാനാകും. തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിച്ചു നിർത്തുക, ന്യൂനപക്ഷ വോട്ടുകൾ കൂടി കൃത്യമായി അവരിലേക്ക് എത്തുകയാണെങ്കിൽ അത് ഗുണം ചെയ്യുന്ന വിജയ സാധ്യതയുണ്ടെന്നുള്ള ഒരു പരിഗണനയിലേക്കാണ്. എന്തായാലും KP ശ്രീകുമാർ, നേരത്തെ മത്സരിച്ച അരിത ബാബു, ഒപ്പം തന്നെ E സമീർ എന്നിവരുടെ പേരുകൾ UDFിൽ നിന്നും കായംകുളത്ത് പരിഗണിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വാശിയേറിയ മത്സരമായിരിക്കും ഒരു പക്ഷേ കായംകുളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുക. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. നിയമസഭയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ചെറിയാൻ ഫിലിപ്പ്. ജയസാധ്യതയുള്ള സീറ്റ് നൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാണെങ്കിലും സപ്തതി കഴിഞ്ഞതിനാൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ചെറിയാൻ ഫിലിപ്പ് സാമൂഹിക മാധ്യമങ്ങളിൽ അദ്ദേഹം ഇക്കാര്യം കുറിച്ചിട്ടുണ്ട്. ശാന്തി കവാടത്തിലെ വൈദ്യുതി ശ്മശാനത്തിൽ എരിഞ്ഞടങ്ങുന്നതുവരെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരിക്കും. രാഷ്ട്രീയ ചിന്താശേഷിയിലും ഓർമ്മശക്തിയിലും യുവത്വം നിലനിൽക്കുന്നതിനാൽ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും ഉത്തരവാദിത്തത്തോടുകൂടി നിർവഹിക്കുമെന്നും ചെറിയാൻ ഫിലിപ്പ്. AK ബാലന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംഘപരിവാറിന്റെ വർഗീയ പ്രചാരണം CPM ഏറ്റെടുക്കുന്നുവെന്നാണ് സതീശന്റെ ആരോപണം. ഇത് വർഗീയ കലാപം ഉണ്ടാക്കാനാണെന്നും VD സതീശൻ ആരോപിച്ചു. ഇത് മനഃപൂർവ്വമായി ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും ആഭ്യന്തരം ഭരിക്കുന്നത് എന്നത് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ അതേ ശൈലിയിൽ CPM ചെലുത്തുന്ന പരിപാടിയാണ്. അതാണ് ഞാൻ പറയല്ലോ, അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവും. അത് ആരോടാ പറഞ്ഞത്? ഗുജറാത്തിലെ ഹിന്ദുക്കളോടാണ്. നിങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിക്കണം, കോൺഗ്രസ് ജയിച്ചാൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാവും എന്ന് പറഞ്ഞതുപോലെ അതിനേക്കാൾ മോശമായിട്ടുള്ള പ്രസ്താവനയാണ് ഇത്. അതിനേക്കാൾ മോശമായിട്ടുള്ള പ്രസ്താവനയാണ് ബാലൻ നടത്തിയത്. ബാലൻ നടത്തിയ പ്രസ്താവനയെ CPM അംഗീകരിക്കുന്നുണ്ടോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. AK ബാലനെതിരെ രമേശ് ചെന്നിത്തല. നാട്ടിൽ വർഗീയമായി ചേരിതിരിവുണ്ടാക്കാനാണ് AK ബാലന്റെ പരാമർശമെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി. BJP സഹായിക്കുന്ന തരത്തിലുള്ള നിലപാട് മുന്നണിയുടെ നയമാണോ എന്ന് വ്യക്തമാക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. നാട്ടിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത് BJPയുടെ സ്വരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്താണ് BJP പറയുന്നത്? അതേ സ്വരത്തിലും അതേ ഭാഷയിലാണ് AK ബാലൻ സംസാരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടല്ല UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അന്ന് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴൊക്കെ ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാടുകളും സമീപനങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ പ്രചരണം നടത്തുന്നത് BJPക്ക് വേണ്ടിയാണ്. BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ നിലപാട് ഇപ്പോൾ അവർ സ്വീകരിക്കുന്നത്. BJPയുടെയും സംഘപരിവാറിൻ്റെയും അതേ ഭാഷ AK ബാലൻ സംസാരിക്കുന്നത് മുന്നണിയുടെ നയമാണോ എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. CPMനെതിരെ ജമാഅത്തെ ഇസ്ലാമി. ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കാനാണ് CPM ശ്രമം. തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മതേതര പാർട്ടികളെ പിന്തുണയ്ക്കുമെന്നും ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കി. BJP ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ മാനേജ് ചെയ്യുന്ന അതേ രീതിയിൽ, അതേ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ കേരളത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ CPM ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദ്വേഷ പ്രചരണങ്ങളെ കേരളം ഒരിക്കലും
അംഗീകരിക്കില്ല എന്ന പാഠമാണ് CPM-ന് കൊടുത്തിരിക്കുന്നത്. BJP-യും CPM-ഉമാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷ്മമായി ഇത്തരം കാര്യങ്ങളെ കാണാൻ CPM ശ്രമിക്കണം. സഖാവ് AK ബാലൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. കാരണം കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും ഞങ്ങൾ ഭരണത്തിൽ നിന്ന് മാറിയാൽ എന്ന BJP-യുടെ ആ നരേഷൻ ഏറ്റെടുത്ത് കലാപാഹ്വാനം ചെയ്യുന്ന ഒരു സംഘമായി പ്രതിപക്ഷത്തെയും മറ്റുമൊക്കെ മാറ്റാൻ ശ്രമിച്ചാൽ അത് അപകടകരമായ രീതിയിലേക്കാണ് വഴി തുറക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP-മാരിൽ ആരൊക്കെ മത്സരിക്കുമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല. യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രാതിനിധ്യമുണ്ടാകും. വിജയസാധ്യതയാകും പ്രധാന മാനദണ്ഡമെന്നും ചെന്നിത്തല പറഞ്ഞു. അങ്ങനെയല്ല, പാർട്ടി ആണ് ഇക്കാര്യങ്ങളൊക്കെ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. പാർട്ടി അതിനെപ്പറ്റി ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ആര് എവിടെ നിൽക്കണം എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ ക്യാമ്പിൽ തന്നെ തീരുമാനിച്ചു, ആരും സ്വയം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കരുത് എന്നുള്ള കാര്യം. എല്ലാവരും അത് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആര് നിൽക്കണം നിൽക്കണ്ട എന്നുള്ളതെല്ലാം പാർട്ടി വളരെ ഗൗരവപൂർവ്വം ആലോചിച്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായതുപോലെ ഒരു അസ്വാരസ്യവുമില്ലാതെ സ്ഥാനാർത്ഥിയെ പട്ടിക തയ്യാറാക്കിയ ഇത്തവണ ഞങ്ങളത് പ്രഖ്യാപിക്കും. എല്ലാ കാലഘട്ടത്തിലും യുവാക്കൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സന്ദർഭത്തിൽ 53 ചെറുപ്പക്കാർക്ക് നിയമസഭയിൽ മത്സരിക്കാനുള്ള അവസരം കൊടുത്തു. എല്ലാ കാലഘട്ടങ്ങളിലും നൽകുന്നതാണ്. യുവാക്കൾക്ക്, സ്ത്രീകൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും പരമാവധി അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെ ഇത്തവണയും അതുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര സന്നദ്ധത അറിയിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. പാർട്ടി പറഞ്ഞാൽ ധർമ്മടം ഉൾപ്പെടെ എവിടെയും മത്സരിക്കാൻ തയ്യാറാണ്. പാലക്കാട് K സുരേന്ദ്രൻ മത്സരിച്ചാൽ BJP 3ാം സ്ഥാനത്തെത്തുമെന്നും സന്ദീപ് വാര്യർ. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന് വിട നൽകി നാട്. ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഇന്ന് രാവിലെ 10:30 ഇബ്രാഹിം കുഞ്ഞിന്റെ ഖബറടക്കം. മന്ത്രിമാരുടെയും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും നൂറുകണക്കിന് ആളുകളുടെയും സാന്നിധ്യത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ഖബറടക്കം. 2 വട്ടം വീതം മട്ടാഞ്ചേരിയിൽ നിന്നും കളമശ്ശേരിയിൽ നിന്നും നിയമസഭയിലേക്ക് എത്തിയ ഇബ്രാഹിം കുഞ്ഞ് 2 വട്ടം മന്ത്രിയുമായിരുന്നു. മധ്യ കേരളത്തിലെ ലീഗിന്റെ ഏറ്റവും ജനകീയ മുഖമായിരുന്നു ഇബ്രാഹിം കുഞ്ഞ്. മരിക്കുമ്പോഴും ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു അദ്ദേഹം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബോംബ് ഭീഷണി. തമിഴ്നാട് സ്വദേശിയുടെ മെയിൽ ഐഡിയിൽ പ്രിൻസിപ്പാളിനാണ് ഇമെയിൽ സന്ദേശം വന്നത്. OP കെട്ടിടത്തിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ്. 3 പേടി മാറാൻ ആനക്കൊമ്പിലിരുത്തുന്നതിനിടയിൽ 6 മാസം പ്രായമായ കുഞ്ഞ് ആനയുടെ കാൽ ചുവട്ടിൽ വീണ സംഭവത്തിൽ പിതാവിനെതിരെയും ആനപ്പാപ്പാനെതിരെയും കേസെടുത്ത് പോലീസ്. 1ാം പാപ്പാൻ ജിതിനെതിരെയും ജിതിന്റെ സഹായിയും കുട്ടിയുടെ പിതാവുമായ അഭിലാഷിനെതിരെയുമാണ് ഹരിപ്പാട് പോലീസ് കേസെടുത്തത്. മതപ്പാടിനെ തുടർന്ന് പാപ്പാനെ കുത്തിക്കൊന്ന ആനയുടെ മുൻപിലായിരുന്നു കുഞ്ഞുമായുള്ള പിതാവിന്റെ സാഹസം. 6 മാസം പ്രായമായ കുഞ്ഞിനെ ആനയുടെ തുമ്പിക്കൈയിൽ ഇരുത്താൻ ശ്രമിക്കുകയും ഒപ്പം തന്നെ ആനയുടെ അടിയിലൂടെ ആ കുട്ടിയെ കൈമാറുകയും ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഹരിപ്പാട് പോലീസാണ് കുട്ടിയുടെ പിതാവും ഒപ്പം തന്നെ ആനപ്പാപ്പാന്റെ സഹായിയുമായ അഭിലാഷിനെതിരെയും 1ാം പാപ്പാൻ ജിതിനെതിരെയും കേസെടുത്തിട്ടുള്ളത്. അഭിലാഷിന്റെ കോട്ടയം സ്വദേശിയായ അഭിലാഷിന്റെ കുഞ്ഞിനെയാണ് അവിടെ ഇത്തരത്തിൽ ഹരിപ്പാട് ക്ഷേത്രത്തിലേക്ക് ചോറൂണിനായി കൊണ്ടുവന്നത്. അതിനുശേഷം കുട്ടിയുടെ പേടി മാറ്റാനാണ് കുട്ടിയെ ഇത്തരത്തിൽ സാഹസികമായ രീതിയിൽ ആനയുടെ അടിയിലൂടെ കൊണ്ടുപോയത് എന്നും ആണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ തുമ്പിക്കൈയിൽ പലതവണ കുട്ടിയെ ഇരുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ 6 മാസം പ്രായമായ ഈ കുഞ്ഞ് നിലത്ത് വീഴുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. കാരണം ഈ സ്കന്ദൻ എന്ന ആന 4 മാസം മുമ്പ് മതപ്പാടിനെ തുടർന്ന് പാപ്പാനെ കുത്തി കൊലപ്പെടുത്തിയതാണ്. ഒപ്പം തന്നെ മറ്റൊരു കൂടെ ഉണ്ടായിരുന്ന സഹായിയായ പാപ്പാന്റെ 2ാം പാപ്പാനെ ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആനയാണ് ഇപ്പോൾ ഇതുവരെ അഴിക്കാനുള്ള അനുവാദം വനം വകുപ്പോ ഒപ്പം തന്നെ ദേവസ്വമോ നൽകിയിട്ടില്ല, ദേവസ്വം ബോർഡോ നൽകിയിട്ടില്ല. അത്തരത്തിൽ നിൽക്കുന്ന ഒരു ആനയുടെ അടിയിൽ കൂടിയാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോവുകയും ഒപ്പം തന്നെ ഈ കുട്ടി നിലത്ത് വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ അച്ഛൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കാരണക്കാരായി മാറിയത്.
അഭിലാഷും ജിതിനും ചേർന്ന് അതിന് മുൻപ് തന്നെ, അതായത് ഈ കുട്ടിയെ കൊണ്ടുവന്ന് ആനയുടെ തുമ്പിക്കൈയിലേക്ക് കൊടുക്കുന്ന സാഹചര്യത്തിന് വെക്കുന്നതിന് മുൻപ് തന്നെ ഈ ആനയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ മർദ്ദിച്ച ആനയുടെ അടുത്തേക്കാണ് ഈ പാപ്പാന്മാർ ചേർന്ന് മർദ്ദിക്കുന്ന ആനയുടെ അടുത്തേക്കാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോയത് എന്നുള്ളതും ഈ സംഭവത്തിന്റെ ഗൗരവം വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന കംപ്ലീറ്റ് ആൾക്കാരും അവിടെ ഇങ്ങോട്ട് കയറിയില്ല. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് ജിതിനെതിരെയും ഒപ്പം തന്നെ അഭിലാഷിനെതിരെയും കേസെടുത്തിട്ടുള്ളത്. ആനയുടെ പാപ്പാനായ ജിതിനോട് ദേവസ്വം ബോർഡ് വിശദീകരണം ചോദിച്ചുകൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അഭിലാഷിനെ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ കണ്ടുന്ന, അതായത് നാട്ടുകാർ ഉൾപ്പെടെ ഈ കുട്ടിയെ അവിടേക്ക് കൊണ്ടുപോകുന്നതിനെതിരെ എതിർത്തുകൊണ്ട് വിളിച്ചു പറയുന്നത് അടക്കം ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്തായാലും ഈ ഗുരുതരമായ സംഭവത്തിലാണ് പോലീസും ഇപ്പോൾ ദേവസ്വം ബോർഡും കർശന നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ഭീതി പടർത്തുന്നു. ഇടുക്കി പീരുമേട്ടിൽ ഏലപ്പാറ ടൗണിന് സമീപമെത്തിയ കാട്ടാനയാണ് നാട്ടുകാരിൽ ഭീതി ഉളവാക്കുന്നത്. ആനയെ തിരികെ കാട്ടിലേക്ക് വിടാൻ വനംവകുപ്പ് ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും വിഫലമാവുകയാണ്. ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാതിരിക്കുമോ, അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസം നാട്ടിലിറങ്ങിയ കാട്ടാന ഏലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലുമായി കറങ്ങി നടക്കുകയായിരുന്നു. ടൗണിന് സമീപം ശാന്തിനഗർ ഭാഗത്തെത്തിയ കാട്ടാനയെ കണ്ട് നാട്ടുകാർ ബഹളം വെച്ചതോടെ ആന സമീപത്തെ തേയിലത്തോട്ടത്തിലേക്ക് കയറി. പിന്നീട് ആന പുതുലയം ഭാഗത്തെത്തി. ഈ സമയം ഈ ഭാഗത്തുകൂടി ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന യാത്രക്കാർ കാട്ടാനയെ കണ്ടതോടെ വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും പോലീസും വനംവകുപ്പും സ്ഥലത്തെത്തി. നിരവധി തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ പണിക്കിറങ്ങുന്നതും അധിവസിക്കുന്നതുമായ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. ആന ഞാൻ ഇറങ്ങി വീട്ടിൽ താഴെ ഇറങ്ങി പോകുമ്പോൾ ആന എൻ്റെ മുമ്പേ വന്ന് നിൽക്കുമായിരുന്നു. അതിന് മുന്നേ അവിടെ വാര അവിടെ വെട്ടി അവിടെ വലിച്ച് താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ കയ്യാലൊക്കെ പോയിട്ടുണ്ട്. അവിടെ അതിലേ കയറി ഇതിലേ വരുമ്പോഴാണ് ലയൻസിലടുത്ത് ഞാൻ ഇറങ്ങി ഈ പോസ്റ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ആന നേരിട്ട് കണ്ടപ്പോഴാണ് ഇങ്ങോട്ട് ഓടി വരുമ്പോഴാണ് പിള്ളേരുടെ കഥവൊക്കെ തുറന്നല്ലേ കിടക്കുന്നത്. കഥവടയ്ക്കാനായിട്ട് എല്ലാവരും വിളിച്ച് പറയുകയും ചെയ്യും. ആദ്യമായാണ് ഇത്തരത്തിൽ ആന ഈ മേഖലയിലേക്ക് എത്തുന്നതെന്നും ഭയപ്പാടോടെയാണ് വീടുകളിൽ കഴിയുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് വിളിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പണിക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് പേടിയാ. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു നടപടിക്ക് എടുത്താന്ന് സാറേ. ഫോറസ്റ്റുകാർ വന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടില്ല. താഴെ വന്നത് ഫോറസ്റ്റുകാരൊക്കെ വന്നെന്ന് പറഞ്ഞ്, പക്ഷെ ഞങ്ങൾ അവരെ കണ്ടില്ല. ഇവിടെയൊക്കെ റിപ്പോർട്ടെന്ന് പറഞ്ഞു. വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം വനാതിർത്തിയിലെ ഫെൻസിംഗ് നിർമ്മിക്കുവാനുള്ള തീരുമാനത്തിൽ വനംവകുപ്പ് വീഴ്ച വരുത്തുകയാണെന്ന് ആരോപണമുണ്ട്. കൃത്യമായ രീതിയിലുള്ള RRTയുടെ പരിശോധന ഇവിടെ കൃത്യമാക്കണം. അതേപോലെ തന്നെ കേന്ദ്ര ഫണ്ടിൽ നിന്നും MP ഉൾപ്പെടെയുള്ള ആൾക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും ഇതുവരെയായിട്ടും വനമേഖലാ കേന്ദ്രങ്ങളിൽ ഇതുവരെയായിട്ടും ഫെൻസിംഗ് പോലും നടത്താത്ത സാഹചര്യമാണ് ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത്തരത്തിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകും. ആനയെ എത്രയും വേഗം കാട് കയറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രദേശത്ത് RRT ടീമിനെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വനംവകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി ടൗണിന് സമീപം കടുവ ഇറങ്ങിയതായി സംശയം. കട്ടപ്പന പ്രധാന റോഡിന് സമീപത്തെ DTPC പാർക്കിന് സമീപമാണ് കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതോടെ ഇടുക്കി നഗരം പാറ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലർച്ചെ 3 മണിയോടെ കട്ടപ്പന ചെറുതോണി റോഡിലൂടെ കടന്നുപോയ ലോറി ഡ്രൈവറാണ് കടുവയെ കണ്ടതായി പറയുന്നത്. പ്രണയിനിയെ സ്വന്തമാക്കാൻ വാഹനാപകടമുണ്ടാക്കി രക്ഷകൻ ചമഞ്ഞെത്തിയ കാമുകനും സുഹൃത്തും നരഹത്യാശ്രമ കേസിൽ അറസ്റ്റിൽ. പത്തനംതിട്ട കോന്നി മാമൂട് സ്വദേശി രഞ്ജിത്ത് രാജൻ, പയ്യനാമൺ സ്വദേശി അജാസ് എന്നിവരെയാണ് പത്തനംതിട്ട പോലീസ് പിടികൂടിയത്. ഒന്നാം പ്രതി രഞ്ജിത്ത് രാജന്റെ പ്രണയിനിയായിരുന്ന യുവതിയെ വാഹനാപകടത്തിൽപ്പെടുത്തിയ ശേഷം അപകടസ്ഥലത്ത് രക്ഷകനായി എത്തുക, അതുവഴി യുവതിയുടെ കുടുംബത്തിന്റെ അനുകമ്പ പിടിച്ചുപറ്റി യുവതിയെ സ്വന്തമാക്കുക. ഇതിനുവേണ്ടി പ്രതികൾ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ അപകടമെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇക്കഴിഞ്ഞ ഡിസംബർ 23 വൈകിട്ട് 5:30 പ്രതികൾ മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയനുസരിച്ച് അപകടമുണ്ടാക്കിയത്. കോച്ചിംഗ് ക്ലാസ് കഴിഞ്ഞ് അടൂരിൽ നിന്നും സ്കൂട്ടറിൽ മടങ്ങുകയായിരുന്നു യുവതി.
കാറിൽ പിന്തുടർന്ന രണ്ടാം പ്രതി വാഴമുട്ടം ഈസ്റ്റ് എന്ന സ്ഥലത്ത് വെച്ച് സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തുകയും വാഹനം നിർത്താതെ പോവുകയുമായിരുന്നു. പിന്നാലെ ഇന്നോവ കാറിലെത്തിയ ഒന്നാം പ്രതി യുവതിയെ കോന്നി ബിലീവേഴ്സ് ആശുപത്രിയിലെത്തിച്ചു. അപകട സ്ഥലത്ത് തടിച്ചുകൂടിയ ആളുകളെ യുവതിയുടെ ഭർത്താവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഒന്നാം പ്രതിയുടെ ഇടപെടൽ. അപകടത്തിൽ യുവതിയുടെ വലത് കൈക്കുഴിയുടെ സ്ഥാനം തെറ്റുകയും ചെറുവിരലിന് പൊട്ടലുമുണ്ടായി. ശരീരത്തിന്റെ പല ഭാഗത്തും മുറിവുണ്ട്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വാഹനാപകട കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. തുടർന്ന് നരഹത്യാ കുറ്റം ചുമത്തുകയായിരുന്നു. പത്തനംതിട്ട പോലീസ് സബ് ഇൻസ്പെക്ടർ അലക്സ് കുട്ടിയുടെ നേതൃത്വത്തിലാണ് കേസിൽ അന്വേഷണം നടക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. എറണാകുളം തൃക്കളത്തൂർ കാവുംപടിയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം ലോറിയുമായി കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. 2 പേർക്ക് പരിക്ക്. മൂവാറ്റുപുഴ പെരുമ്പാവൂർ MC റോഡിൽ രാവിലെ 5:45ഓടെയാണ് അപകടമുണ്ടായത്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇതര സംസ്ഥാന തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തിരുവനന്തപുരം പാപ്പനംകോട് വാഹനാപകടത്തിൽ മാധ്യമപ്രവർത്തകൻ മരിച്ചു. ചന്ദ്രിക ദിനപത്രത്തിലെ ഫോട്ടോഗ്രാഫർ കെ ഗോപകുമാറാണ് മരിച്ചത്. ബൈക്കിൽ KSRTC ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത്. ഭാര്യ ബിന്ദുവിനും പരിക്കേറ്റു. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ സബ് ഇൻസ്പെക്ടറാണ് ബിന്ദു. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയം. എരുമേലിയിലും നിലയ്ക്കലും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. പമ്പയിൽ നിന്നും നിശ്ചിത ഇടവേളകളിലാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവരുന്നത്. സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ നിര മരക്കൂട്ടം വരെ നീണ്ടിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തെ അപേക്ഷിച്ച് തിരക്ക് കുറവാണെങ്കിലും പമ്പയിൽ നിന്നും സന്നിധാനത്തെത്തി ദർശനം നടത്താൻ 7 മണിക്കൂറിലധികം കാത്തുനിൽക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. 1 മണിവരെ 52,000-ത്തിലധികം പേർ ദർശനം നടത്തി. ശബരിമല സന്നിധാനത്ത് ഇന്നലത്തെ അപേക്ഷിച്ച് തിരക്കിപ്പോൾ നിയന്ത്രണ വിധേയമായ സാഹചര്യമാണ്. ഈ ഒരു മകരവിളക്ക് സീസണിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ തിരക്കായിരുന്നു ഇന്നലെ അനുഭവപ്പെട്ടത്. പോലീസിന്റെ കണക്ക് തന്നെ 1,13,168 പേർ ഇവിടേക്ക് എത്തി എന്നുള്ളതാണ്. ഇന്ന് ഒരു പക്ഷേ ഇതിനേക്കാൾ ഒരു തിരക്ക് വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇന്നലെ പമ്പയിലും നിലയ്ക്കലും എരുമേലിയിലും രാത്രിയിൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ നിയന്ത്രണങ്ങളൊക്കെല്ലാം മാറിയിട്ടുണ്ട്. പമ്പയിൽ നിന്ന് നിശ്ചിതമായ ഇടവേളകളിൽ തീർത്ഥാടകരെ കയറ്റിവിടുന്നുണ്ട്. തീർത്ഥാടകരുടെ വരി ശബരിപീഠം വരെ രാവിലെ എത്തിയ ഒരു സാഹചര്യമുണ്ട്. അതായത് ഇപ്പോഴും 7-8 മണിക്കൂർ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് പമ്പയിൽ സന്നിധാനം വരെ എത്തുവാൻ എന്നുള്ളതാണ് അവസ്ഥ. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ തിരക്ക് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണാതീതമാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പലപ്പോഴും എത്തിച്ചേർന്ന തീർത്ഥാടകർ സന്നിധാനത്ത് തമ്പടിച്ച് 2-3 തവണ ദർശനത്തിനായിട്ട് കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 18-ാം പടി വഴി കയറ്റിവിടുന്നതിന്റെ വേഗത കുറയുകയും ആ കാത്തു നിൽക്കുന്നതിന്റെ വരി നീണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യം. അങ്ങനെയാണ് ഇന്നലെയൊക്കെ തിരക്ക് നിയന്ത്രണാതീതമായത് എന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തലുള്ളത്. പലപ്പോഴും വിദൂരത്ത് നിന്ന് സ്വാമിമാരൊക്കെ ആദ്യം 18-ാം പടി കയറി വരുമ്പോൾ ഒരുപക്ഷെ ശരിയായ വിധത്തിൽ അല്ലെങ്കിൽ നേരായ വിധത്തിൽ ദർശനത്തിന് സാധിച്ചിരിക്കില്ല. അപ്പോൾ അവർ വീണ്ടും കാത്തു നിന്ന് ദർശനം നടത്തും. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഈ ഒരു തിരക്കിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പോലീസ് വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ പലപ്പോഴും പല വഴികളിലൂടെ സ്വാമി അയ്യപ്പ റോഡ് വഴിയും മറ്റും കയറി വരുന്ന തീർത്ഥാടകർ ഈ കാത്തു നിൽക്കുന്ന വരികളിലേക്ക് ഇടിച്ചു കയറുന്നതും ഈ തിരക്ക് നിയന്ത്രണാതീതമാക്കാനുള്ള ഒരു കാരണമായിട്ടും പോലീസ് വിലയിരുത്തുന്നുണ്ട്. എന്നാണെങ്കിലും വലിയ തിരക്ക് തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക. ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇന്നലത്തെ അപേക്ഷിച്ച് കുറവാണ് എന്ന് പറയാം. മണിക്കൂറിൽ 4,000-5,000 തീർത്ഥാടകർ പമ്പയിൽ സന്നിധാനത്തേക്ക് കയറി വരുന്നു എന്നാണ് പോലീസിന്റെ കണക്ക്. മിനിറ്റിൽ 70-ഓളം തീർത്ഥാടകരെ 18-ാം പടി കയറ്റിവിടുന്നുണ്ട്. എന്നാണെങ്കിലും വരും മണിക്കൂറുകളിൽ ഉച്ചയോടെ തിരക്ക് നിയന്ത്രണ വിധേയമാകും. പക്ഷേ വൈകുന്നേരം വീണ്ടും തിരക്ക് കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. മകരവിളക്കിനോടനുബന്ധിച്ച് ഇവിടേക്ക് എത്തുന്ന തീർത്ഥാടകരിൽ പലരും ഇവിടെ തന്നെ തമ്പടിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു തിരക്ക് കൂടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി വിലയിരുത്തുന്നത്. സന്നിധാനത്തും CB അനുമോദ്, ന്യൂസ് 18. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിനെതിരെ ഹൈക്കോടതിയുടെ വിമർശനം. അന്വേഷണം വഴിതെറ്റിക്കാൻ പ്രതിപക്ഷവും മാധ്യമങ്ങളും ശ്രമിച്ചു. SITയെ അനാവശ്യ സമ്മർദ്ദത്തിലാക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. അന്വേഷണത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണങ്ങളിലാണ് കോടതിയുടെ വിമർശനം. ഹൈക്കോടതിയുടെ പരാമർശം ആയുധമാക്കി പ്രതിപക്ഷത്തിനെതിരെ സർക്കാരും രംഗത്ത്. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം കോൺഗ്രസിന്റെ പ്രധാന പ്രചരണായുധമെന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു. ഇപ്പോൾ ഇതാ അതേ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷത്തിന് തന്നെ ഹൈക്കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ്? വിവരങ്ങൾ എന്തൊക്കെയാണ്?
കഴിഞ്ഞ ദിവസം ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമുള്ള ഉത്തരവിലാണ് ഹൈക്കോടതി അന്വേഷണ സംഘത്തെ മികച്ച രീതിയിൽ അന്വേഷണം നടത്തുന്നുവെന്ന വിലയിരുത്തൽ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ വിചാരണ നടക്കുന്നുവെന്ന് ഹൈക്കോടതി വിമർശിച്ചു എന്നും ഇപ്പോൾ അല്പസമയം വാർത്താ സമ്മേളനത്തിലൂടെ എം ബി രാജേഷ് CPI നേതാവ് കൂടെ എം ബി രാജേഷ് അല്പസമയം മുമ്പ് പറയുന്നുണ്ടായിരുന്നു. അതായത് തുടരുക അരുൺ, ദയവായി ആ എം ബി രാജേഷ് അദ്ദേഹത്തിന്റെ പ്രതികരണം അതിനോടൊന്ന് കേട്ടിട്ട് ഞാൻ അരുണിലേക്ക് വരാം. കോടതി നടത്തിയിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ സർക്കാരിനെതിരെ നടത്തിയതാണെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിലെ സ്ഥിതി? കോടതി പറയാണ് പാരഗ്രാഫ് 8 കോടതിയുടെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി SITയെ അനാവശ്യ സമ്മർദ്ദത്തിലാക്കുന്നു. ആരാ സമ്മർദ്ദത്തിലാക്കുന്നതെന്നും കോടതി പറയുന്നുണ്ട്. കോടതി പറഞ്ഞ വരികളാണ് ഞാൻ ഉദ്ധരിക്കുന്നത്, എന്റെയല്ല. അടിസ്ഥാനരഹിതമായതും തെറ്റിദ്ധരിപ്പിക്കുന്നതും ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതുമായ റിപ്പോർട്ടുകളിലൂടെ മുഖ്യധാരാ മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളുമാണ് ചെയ്യുന്നത്. ഇനി ഇത് എന്തിനാ ചെയ്യുന്നത്? കോടതി പറയുന്നു ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്കെതിരെ, അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഹൈക്കോടതിയാണ് പറയുന്നത്, രണ്ടംഗ ബെഞ്ചാണ് പറയുന്നത്. സെൻസേഷണലിസം മാത്രമാണ് ലക്ഷ്യം, പിന്നെ ഒരു പ്രത്യേക അഭിപ്രായം ഉണ്ടാക്കിയെടുക്കലും ആണ് ഈ പ്രചരണങ്ങളുടെ ലക്ഷ്യം. അന്വേഷണത്തെ ദുർബലപ്പെടുത്തുന്നതും ജനവിശ്വാസം തകർക്കുന്നതുമാണ് ഈ പ്രചരണം, റിപ്പോർട്ടിംഗ്. ഇത് നീതിന്യായ സംവിധാനത്തിൽ, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഇടപെടുന്നതാണ്. എന്നിട്ട് ഒരു മുന്നറിയിപ്പ് കൂടി കോടതി നൽകിയിട്ടുണ്ട്. പാരഗ്രാഫ് 8 പറയുന്നു, ഇതുപോലൊരു അന്വേഷണം മാധ്യമ വിചാരണയുടെ നിഴലിൽ നടത്താനാവില്ല എന്നാണ്. ഇതുപോലൊരു അന്വേഷണം മാധ്യമ വിചാരണയുടെ നിഴലിൽ നടത്താനാവില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഇത്രയും രൂക്ഷമായ വിമർശനങ്ങൾ വന്നിട്ട് ഒരു വരി ഇന്നത്തെ മുഖ്യധാര മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണമാണ് കേട്ടത്. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇത്ര നാളും സർക്കാരിനെതിരെ ആയുധമാക്കുകയായിരുന്നു, സർക്കാരിനെ അടിക്കാനുള്ള ഒരു വലിയ വടിയായി തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയെ പ്രതിപക്ഷം കണ്ടത്. ഇപ്പോഴത്തെ അതേ ആയുധം സർക്കാർ തന്നെ ആയുധമാക്കുന്നു പ്രതിപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ചും ഹൈക്കോടതിയുടെ പരാമർശത്തിൽ. തുടരാം. തീർച്ചയായിട്ടും ഹൈക്കോടതി അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനത്തെ മികച്ചതെന്ന് പറയുന്നത് മാത്രമല്ല, അതിനെതിരെ ഉണ്ടാകുന്ന ഇടപെടലുകളെ രൂക്ഷമായി വിമർശിക്കുന്നുമുണ്ട്. ഇങ്ങനെയാണ് അതിലൊരു പാരഗ്രാഫിൽ ഹൈക്കോടതി പറയുന്നത്. കോർട്ട് ഓൾസോ നോട്ടഡ് ദാറ്റ് ദ SIT is being subjected to unwarranted pressure by way of misleading, speculative and unfounded reports aired through sections of the mainstream media as well as social media platform. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും വരുന്ന ചില വാർത്തകൾ, അത് പലതും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്, കൃത്യമായ വിവരത്തിന് അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന വാർത്തകളല്ല. അത്തരം വാർത്തകൾ ഈ അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് തന്നെ ഇവിടെ കോടതി പറയുന്നുണ്ട്. certain narratives appear to have been deliberately crafted, making basis imputations against the investigating officers. Evidently, അതായത് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിനെതിരെ പോലും, അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ പോലും തെറ്റായ വിവരങ്ങൾ വരുന്നു. 2 ഉദ്യോഗസ്ഥരെ നേരത്തെ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി പുതുതായി ഉൾപ്പെടുത്താൻ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ആ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ ബന്ധം ആരോപിച്ചുകൊണ്ടാണ് വിമർശനങ്ങൾ വന്നത്. ഇതും ശരിയായ രീതിയല്ല എന്നാണ് കോടതി വിമർശിക്കുന്നത്. കോടതിയുടെ അനുവാദത്തോടു കൂടിയാണ് ഈ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയത് എന്നും കോടതി വ്യക്തമാക്കുന്നു. സ്വാഭാവികമായും നേരത്തെ ഒരു ജാമ്യാപേക്ഷ ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ചിൽ നിന്നുണ്ടായ വിധി സർക്കാരിന് വലിയ തിരിച്ചടി എന്ന നിലയിൽ വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു. പ്രതിപക്ഷം അതിശക്തമായ വിമർശനവുമായി സർക്കാർ രംഗത്ത് വന്നിരുന്നു. എന്തുകൊണ്ട് പ്രതിപക്ഷം ഇപ്പോൾ ഇക്കാര്യങ്ങൾ മിണ്ടുന്നില്ല എന്ന ചോദ്യമാണ് എം ബി രാജേഷ്, CPMന്റെ നേതാവ് കൂടിയായ മന്ത്രി എം ബി രാജേഷ് ചോദിക്കുന്നത്. മാത്രമല്ല, മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇവരെ മറച്ചുവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന് ഈ വാർത്ത മുക്കുന്നു എന്ന ഒരു ആരോപണം കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. സർക്കാരിന് ആശ്വാസകരമാണ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ. SITയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള എടുത്തുള്ള പരാമർശങ്ങളാണ് ഹൈക്കോടതിയുടെ വിധി ന്യായത്തിലുള്ളത്, ഈ പരാമർശങ്ങളിലുള്ളത്. വ്യക്തമാണ്. വി അരുണാണ് വിവരങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്താരാഷ്ട്ര പങ്ക് അന്വേഷിക്കണമെന്നും CBI അന്വേഷണം അനിവാര്യമെന്നും ആവർത്തിച്ച് രമേശ് ചെന്നിത്തല. അന്താരാഷ്ട്ര മാനമുള്ള കേസ് അന്വേഷിക്കാൻ SITക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ടു പോവാൻ സഹായിച്ചത് പത്മകുമാർ ആണെന്നാണ് റിപ്പോർട്ട്. അയ്യപ്പന്റെ വിഗ്രഹം വരെ അടിച്ചുമാറ്റി ഡ്യൂപ്ലിക്കേറ്റ് വയ്ക്കുമായിരുന്നുവെന്നും ചെന്നിത്തല.
ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരും. ഇതിൻ്റെ അന്തർദേശീയ ബന്ധങ്ങൾ പുറത്തു വരണം. അതുകൊണ്ടാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണം എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഒരു വിദേശത്തുള്ള വ്യവസായി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ആ വിവരങ്ങളാണ് ഞാൻ SITയുടെ മുമ്പിൽ പറഞ്ഞത്. അതിൻ്റെ വിശദാംശങ്ങളാണ് SIT അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തത്. പക്ഷെ ആ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. ആ അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയാത്തത് SITയുടെ പരിമിതമായ അധികാര പരിധി ഉള്ളതുകൊണ്ടാണ്. അത്തരം കേസുകൾ, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാനമുള്ള കേസുകൾ അന്വേഷിക്കാൻ സംസ്ഥാനത്തെ ഒരു SITക്ക് പരിമിതിയുണ്ട്. അത് അന്വേഷിക്കണമെങ്കിൽ CBI പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ അനിവാര്യമാണ്. അതും ഇന്നത്തെ കോടതിയുടെ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ തന്നെ അത് നടക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് പ്രയാണം കാസർഗോഡ് നിന്ന് തുടങ്ങി. ഇന്ന് 36 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകിയ ശേഷം കോഴിക്കോട്ട് സമാപിക്കും. മൊഗ്രാൽ GVHSSൽ നിന്നാണ് തൃശൂരിലെ സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിലേക്കുള്ള സ്വർണ്ണക്കപ്പ് പ്രയാണം തുടങ്ങിയത്. ജനുവരി 13 സംസ്ഥാന കലോത്സവത്തിന്റെ പ്രധാന വേദിയായ തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് സ്വർണ്ണക്കപ്പ് എത്തിച്ചു. തെരുവുനായ പ്രശ്നത്തിൽ മൃഗസ്നേഹികളെ കണക്കിന് പരിഹസിച്ച് സുപ്രീം കോടതി. കടിക്കാതിരിക്കാൻ നായകളെ കൌൺസിലിംഗിന് വിധേയമാക്കാമല്ലോ എന്ന് സുപ്രീം കോടതി. രാജ്യത്തെ തെരുവുനായ ശല്യത്തിൽ സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് കോടതിയുടെ ഈ പരിഹാസം. MG മിഥുൻ വിവരങ്ങളുമായി ചേർന്നു. മിഥുൻ, വിശദാംശങ്ങൾ. ഭവ്യ, ഈ കേസുമായി ബന്ധപ്പെട്ടപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ പരിഹാസമാണ് ഇപ്പോൾ മൃഗസ്നേഹികൾക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതായത് അവ ഉയർത്തുന്ന വാദങ്ങൾ ഒരു തരത്തിലും ആകില്ല. ഇപ്പോൾ ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ വന്ധീകരിച്ചതിന് ശേഷം ഈ തെരുവു നായ്ക്കളെ എവിടെ നിന്നാണോ പിടിച്ചുകൊണ്ടുവന്നത് അവിടേക്ക് തന്നെ തുറന്നു വിടണമെന്നുള്ള ആവശ്യമാണ് മൃഗസ്നേഹികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. പക്ഷേ ആ കാര്യത്തിൽ ചില പരിഹാസരൂപേണമായിട്ടുള്ള ചില പ്രതികരണങ്ങളായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. സുപ്രീം കോടതി ജസ്റ്റിസുമാരായ സന്ദീപ് മെഹ്തയും ഒപ്പം തന്നെ വിക്രം നാഥുമാണ് ഈ കേസിന്റെ പരിഗണനയിൽ വിക്രം നാഥും അടങ്ങിയ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുകയും ചെയ്തത്. അപ്പോൾ പറഞ്ഞൊരു കാര്യം, അതായത് ഇനി ചെയ്യാനുള്ള ഒരു ഏക കാര്യമെന്ന് പറയുന്നത് ഇനി ഈ പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ള നായ്ക്കൾക്കൊക്കെ ഒരു കൗൺസിലിംഗ് നൽകുക, അത് മാത്രമേ ഇനി വഴിയുള്ളൂ എന്നൊരു രീതിയിലാണ്. ഈ ഓർഡർ വായിച്ചു നോക്കിയതിന് ശേഷം ഈ നായ്ക്കൾ ഇനി മറ്റുള്ളവരെ കടിക്കാൻ പോകില്ല എന്ന രീതിയിലുള്ള പരിഹാസമൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഒപ്പം തന്നെ മൃഗസ്നേഹികൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിന് നേരെയും ചില ചോദ്യങ്ങൾ സന്ദീപ് മെഹ്ത ചോദിക്കുകയുണ്ടായി. അതായത് താങ്കൾ ഏതെങ്കിലും കാലത്ത് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയെക്കുറിച്ചും ഒപ്പം തന്നെ ഈ തെരുവു നായ്ക്കളുടെ ശല്യം മൂലം നിരവധി പേർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെടുമായിരുന്നു എന്നുള്ള ചോദ്യം സന്ദീപ് മെഹ്ത ചോദിക്കുകയും ചെയ്തു. അതിന് കൃത്യമായ മറുപടിയും ഈ ഇത്തരത്തിൽ കപിൽ സിബിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതായത് നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് വേണ്ടത്. അതിനുവേണ്ടിയുള്ള നടപടികൾ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന രീതിയിലുള്ള ചില വാദങ്ങളായിരുന്നു ഇത്തരത്തിൽ കപിൽ സിബിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും നവംബർ 7 ഒരു ഇടക്കാല ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് സംസ്ഥാനങ്ങൾക്ക് നൽകുകയും ചെയ്തിരുന്നു. അത് എത്രത്തോളം പാലിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ അത് സത്യവാങ്മൂലത്തിലൂടെ എല്ലാ സംസ്ഥാനവും അറിയിക്കണമെന്നുള്ള കർശനമായ നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിരുന്നു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ കൃത്യമായി ഇതിൻ്റെ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഈ നായ്ക്കളെയൊക്കെ പിടികൂടി ഒരുപക്ഷെ അവരെ ഇത്തരത്തിൽ വന്ധീകരിക്കുന്ന നടപടികൾ ഏകോപിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്നുള്ള ആ ഒരു നിർദ്ദേശം അത് പാലിക്കണമെങ്കിൽ അതിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ അവിടെ നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിയുന്നില്ല എന്നുള്ളതാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ പറയുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഈ ഒരു മനുഷ്യന് ഇത്രയും വല്ല ഏതെങ്കിലും ജീവഹാനി സംഭവിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇത്രയധികം കേസുകൾ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയും അധികം ഹർജികൾ
സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് പോലും വന്നിട്ടില്ല. പക്ഷേ ഈ വിഷയത്തിൽ, ഈ തെരുവുനായ വിഷയത്തിൽ ഇത്രയും അധികം ആളുകൾ ഹർജിയുമായി രംഗത്ത് വരുന്നുണ്ട് എന്നുള്ള ഒരു സ്ഥിതിവിശേഷം, ഒപ്പം തന്നെ ഈ വിഷയത്തിൽ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നതായാലും ഈ ഹർജി പരിഗണിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും വാദം സുപ്രീം കോടതിയിൽ തുടരുകയാണ്. ഭവ്യ, MG വിധുരാണ് വിവരങ്ങൾ നൽകിയത്. JNUവിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ വിവാദ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ സംഭവത്തിൽ അന്വേഷണം തുടങ്ങി ഡൽഹി പോലീസ്. സർവകലാശാലയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്യുന്നതടക്കം കർശനമായ നടപടി സ്വീകരിക്കുമെന്നും സർവകലാശാല അറിയിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ വീണ്ടും മുദ്രാവാക്യ വിവാദം. ഇടത് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പരിപാടിയിൽ മുഴക്കിയ മുദ്രാവാക്യമാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. 2020 ജനുവരി 5-ന് അന്നത്തെ സർവകലാശാല യൂണിയൻ നേതാക്കൾ അടക്കമുള്ളവർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ വാർഷികാചരണമായിരുന്നു പരിപാടി. ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കല്ലറ ഒരുക്കുമെന്ന മുദ്രാവാക്യം വിളിച്ചത്. SFI, ഐസ, DSF പ്രവർത്തകരായ 35 പേരാണ് രാത്രി 10 മണിയോടെ സബർമതി ഹോസ്റ്റലിന് മുന്നിൽ സംഘടിച്ചതെന്നാണ് സർവകലാശാല സുരക്ഷാ വിഭാഗം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. ഉമർ ഖാലിദിന്റെയും ഷർജീൽ ഇമാമിന്റെയും ജാമ്യാപേക്ഷയിൽ വിധി വന്നതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധത്തിന്റെ സ്വഭാവം തന്നെ മാറി. വിദ്യാർത്ഥികളിൽ ചിലർ ആക്ഷേപകരവും പ്രകോപനപരവുമായ മുദ്രാവാക്യം മുഴക്കി. ഇത് സുപ്രീം കോടതിയോടുള്ള അവഹേളനമാണെന്നും ചീഫ് സെക്യൂരിറ്റി ഓഫീസർ നൽകിയ പരാതികളിലുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി സർവകലാശാലയും രംഗത്തുവന്നു. സർവകലാശാലകൾ നവീകരണത്തിന്റെയും പുത്തൻ ആശയങ്ങളുടെയും കേന്ദ്രങ്ങളാണ്. അവയെ വെറുപ്പിന്റെ പരീക്ഷണശാലകളാക്കാൻ അനുവദിക്കാനാകില്ലെന്നും സർവകലാശാല അറിയിച്ചു. അതേസമയം ആരോപണങ്ങൾ JNU വിദ്യാർത്ഥി യൂണിയൻ തള്ളി. മുദ്രാവാക്യത്തിന് പിന്നിൽ ഗൂഢാലോചനയില്ല, ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുദ്രാവാക്യങ്ങളെന്നും ആരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നും സർവകലാശാല യൂണിയൻ അറിയിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അതിരൂക്ഷമായ വിലക്കയറ്റത്തിനും സാമ്പത്തിക തകർച്ചയ്ക്കുമെതിരെ ഇറാനിൽ ആരംഭിച്ച ജനകീയ പ്രതിഷേധം കൂടുതൽ പ്രവിശ്യയിലേക്ക് പടരുന്നു. അതിനിടെ വിലക്കയറ്റത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാകുമ്പോൾ ഇറാൻ ഭരണകൂടം കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ്. പ്രക്ഷോഭം മുന്നോട്ടു പോവുകയും അമേരിക്ക ഇടപെടുകയും ചെയ്താൽ നിലവിലുള്ള അവസ്ഥ അപകടകരമാവുമെന്നാണ് ഇറാൻ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. അതേസമയം പ്രക്ഷോഭങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 35. ഇറാനിയൻ സമ്പദ് വ്യവസ്ഥ വർഷങ്ങളായി US അടക്കമുള്ള പാശ്ചാത്യ ശക്തികളുടെ ഉപരോധങ്ങളാൽ തകർന്ന അവസ്ഥയിലാണ്. കൂടാതെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളിൽ നിന്ന് കരകയറി വരുമ്പോഴാണ് പുതിയ പ്രതിസന്ധി രാജ്യത്തെ അസ്ഥിരമാക്കുന്നത്. വിലക്കയറ്റത്തെയും നാണയപ്പെരുപ്പത്തെയും തുടർന്ന് ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. 31 പ്രവിശ്യകളിൽ 27ലും പ്രക്ഷോഭം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റുമുട്ടലിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. 250 പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സന്നദ്ധ സേവകരായ ബാസിദ് സേനയിലെ 45 അംഗങ്ങൾക്കും പരിക്കേറ്റു. അതേസമയം പ്രക്ഷോഭം തുടരുന്ന സാഹചര്യത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി രാജ്യം വിടാൻ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ ഇറാൻ ഭരണകൂടം തള്ളി. തികച്ചും അടിസ്ഥാനരഹിതമായ വിവരമാണിതെന്നും ശത്രു രാജ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തയാണിതെന്നും ഇറാൻ അറിയിച്ചു. ഇസ്രയേലുമായി 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനിടെ പോലും ഖമനേയി രാജ്യം വിടാൻ തയ്യാറായില്ലെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടി. നേരത്തെ സുരക്ഷാ സേനയും സൈന്യവും സർക്കാർ ഉത്തരവുകൾ പാലിക്കാൻ തയ്യാറാകാത്ത സാഹചര്യമുണ്ടായാൽ 20 കുടുംബാംഗങ്ങൾക്കൊപ്പം ഖമനേയി രാജ്യം വിട്ടേക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. റഷ്യയിലേക്കാവും ഖമനേയി പോകുന്നതെന്നും വിവരമുണ്ടായിരുന്നു. അതിനിടെ സാമ്പത്തികാഘാതം കുറയ്ക്കുന്നതിനായി പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതിമാസ ധനസഹായം പ്രഖ്യാപിച്ചെങ്കിലും പ്രതിഷേധം തണുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവിശ്യയിലേക്ക് പ്രതിഷേധം വ്യാപിക്കുമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഗ്രീൻലാൻഡ് കരസ്ഥമാക്കുന്നതിനായി സൈനിക നടപടി ഉൾപ്പെടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച ചെയ്യുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസ്. ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിയാണ് ദ്വീപിനെ US സ്വന്തമാക്കാൻ ഒരുങ്ങുന്നതെന്നാണ് വൈറ്റ് ഹൌസിന്റെ വാദം. അതേസമയം ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താൽപര്യത്തിനെതിരെ യൂറോപ്യൻ നേതാക്കൾ രംഗത്തെത്തി. ഡെൻമാർക്കിന്റെ ഭാഗമായ സ്വയംഭരണാവകാശമുള്ള ലോകത്തെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. US, യൂറോപ്പ്, റഷ്യ എന്നിവയ്ക്കിടയിലുള്ള തന്ത്രപ്രധാനമായ
8,36,000 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള ദ്വീപ് രാഷ്ട്രം. ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കുക എന്ന അമേരിക്കൻ മോഹത്തിന് ഏകദേശം 150-ലേറെ വർഷങ്ങളുടെ പഴക്കമുണ്ട്. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള ആഗ്രഹം വീണ്ടും പരസ്യമായി പറഞ്ഞത്. ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കിയാൽ മേഖലയിലെ റഷ്യയുടെ താൽപര്യങ്ങളെ ഇല്ലാതാക്കാനാകുമെന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. ഇതിനൊപ്പം ഗ്രീൻലാൻഡിലെ വിപുലമായ ധാതു നിക്ഷേപവും അമേരിക്ക ലക്ഷ്യം വെക്കുന്നുണ്ട്. എണ്ണ, വാതകം, അപൂർവ ധാതുക്കൾ എന്നിവയുൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങളുടെ സമ്പന്നമായ നിക്ഷേപം ഗ്രീൻലാൻഡിലുണ്ട്. ട്രംപ് ഭരണകൂടം ഗ്രീൻലാൻഡ് വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ US നിയമനിർമ്മാതാക്കളോട് ഈ ആഴ്ച പറഞ്ഞതിന് പിന്നാലെയാണ് വൈറ്റ് ഹൌസ് ഇത് സംബന്ധിച്ചിപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ടീമും ഈ ലക്ഷ്യം നേടുന്നതിനായി വിവിധ സാധ്യതകൾ ചർച്ച ചെയ്യുന്നുണ്ടെന്നും US സൈന്യത്തെ ഉപയോഗിക്കുന്നത് എല്ലായ്പ്പോഴും കമാൻഡർ ഇൻ ചീഫിന്റെ പക്കലുള്ള ഒരു ഓപ്ഷനാണെന്നും വൈറ്റ് ഹൌസ് പറയുന്നു. അതേസമയം ട്രംപിന്റെ ഭീഷണികൾക്ക് പിന്നാലെ USന്റെ ഏത് ആക്രമണവും നാറ്റോയുടെ അന്ത്യത്തിലേക്ക് നയിക്കുമെന്ന് ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റ് ഫ്രെഡറിക്സൺ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ 6 യൂറോപ്യൻ സഖ്യകക്ഷികളും ഡെൻമാർക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു. ആർട്ടിക് ദ്വീപിന്റെ ഭാവി ഗ്രീൻലാൻഡിനും ഡെൻമാർക്കിനും മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ എന്നും ബാഹ്യ ഇടപെടലുകൾ നിരസിക്കുന്നുവെന്നും നേതാക്കൾ അറിയിച്ചു. UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, പോളണ്ട്, സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് സംയുക്ത പ്രസ്താവനയിൽ നിലപാട് വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നിക്കോളാസ് മഡുറോയെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്ന് വെനിസ്വേലയിൽ ഉത്കണ്ഠ തുടരുന്നു. സുരക്ഷാസേന തെരുവുകളിൽ പെട്രോളിംഗ് തുടരുകയാണ്. കാരക്കോസിൽ വെടിവെച്ചകൾ കേട്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. മഡുറോയുടെ അറസ്റ്റിനെ മാനവികതയ്ക്കും സ്വാതന്ത്ര്യത്തിനും മനുഷ്യാഭിമാനത്തിനും വേണ്ടിയുള്ള ഒരു വലിയ ചുവടുവയ്പ് എന്നാണ് പ്രതിപക്ഷ നേതാവ് മരിയ കൊറിന മച്ചാഡോ വിശേഷിപ്പിച്ചത്. എല്ലാ രാഷ്ട്രീയ തടവുകാരെയും മോചിപ്പിക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടിയായ വെൻഡെ വെനിസ്വേലയിലെ അമേരിക്കൻ ഭീകരതയ്ക്കെതിരെ പ്രതിഷേധവുമായി അധ്യാപകർ അവൾക്കൊപ്പം എന്ന പേരിൽ കലാസാംസ്കാരിക പ്രതിരോധ സന്ധ്യയും സംഘടിപ്പിച്ചു. കഥയും കവിതയും പാട്ടുമായി ജില്ലയിലെ അധ്യാപകർ കായംകുളം കാട്ടുംവാതുക്കൽ കടവ് പാലത്തിൽ ഒത്തുചേർന്നു. PSTA ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിഷേധ ജാഥ CPM സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ KS ബാബുജാനും പ്രതിരോധ സന്ധ്യ U പ്രതിഭ MLAയും ഉദ്ഘാടനം ചെയ്തു. ദേവികുളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് T അമ്പിളികല, PSTA ഭാരവാഹികളായ സിന്ധു, V അനിത, C ജ്യോതികുമാർ ജോലി, S ബിനു, K ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള അന്തരീക്ഷം ഇതുവരെ ബംഗ്ലാദേശിലായിട്ടില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി. ധാക്കയിൽ നടന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് കൌൺസിലിന്റെ ഉന്നതതല യോഗത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. ഡോക്ടർ ഷഹീദുർ റഹ്മാന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിന് ശേഷം പുറത്തിറക്കിയ പ്രസ്താവന വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ കാലാവസ്ഥ കൌൺസിൽ അവലോകനം ചെയ്തതായി വ്യക്തമാക്കി. ഗോൾഡ് റേറ്റ് കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. 22 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 12,785, പവന് 1,22,080. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,615, പവൻ 84,920. വെള്ളി ഗ്രാമിന് 265, കിലോയ്ക്ക് 2,65,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നതിന് ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.